ഓക്കെ, ഡിറ്റർമിനിങ് ഓഫ് മോളാർ മാസ് ആണ് നമ്മൾ നോക്കുന്നുണ്ടായത്. അപ്പോൾ മോളാർ മാസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക? നമുക്ക് ടി ബിൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ? ടി ബിൻ്റെ ഇക്വേഷന് M2നെ അങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷൻ ആവും അല്ലേ? ഇങ്ങനെ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഡി ബി സി എന്തെങ്കിലും വിളിക്കുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണുള്ളത് M2. അപ്പോൾ M2ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, ടി ബിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇക്വേഷൻ അതേപോലെ ഇരിക്കും. ടി ബി is equal to ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇരിക്കും. KB W2 1000. M2ൻ്റെ അടുത്ത് ആര് വരും? M2ൻ്റെ അടുത്ത് ഡെൽറ്റ ടി ബി വരും, ഡെൽറ്റ ടി ബിൻ്റെ അടുത്ത് M2 വരും അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ടി ബിൻ്റെ ഇക്വേഷൻ. അല്ലെങ്കിൽ M2ൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എൻ്റെ ക്വസ്റ്റനിൽ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറ്റിയിടുക. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറും പിന്നെന്താണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻ്റാണ് നമുക്ക് നോക്കേണ്ടത്. ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ പ്രഷർ ബൈ ഇനീഷ്യൽ പ്രഷർ P0 is equal to എന്താണ്? മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? W2 by M2 ഇൻറ്റു W1 ഇൻറ്റു M1 അല്ലേ? എഴുതാം. ഈ ഇക്വേഷൻ നമുക്കറിയാം. അതാണ് ഈ ഇക്വേഷൻ. ഈ ഫസ്റ്റ് കാണിക്കുന്ന ഇക്വേഷനാണ് എന്ത്? ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു W2 by M2 ഇൻറ്റു ഇങ്ങനെ ഇരിക്കും അല്ലേ ഇക്വേഷൻ? ഓക്കെ, ഇനി അടുത്ത ഇക്വേഷനാണ്. നമുക്ക് മോൾ ഫ്രാക്ഷനിൽ എന്താണെന്ന് കിട്ടിയത്? പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷൻ്റെ ടേംസിലൊരു ഇക്വേഷൻ കിട്ടി. അടുത്തത് എന്താ? നമുക്ക് എന്തിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താണ്? KB ഇൻറ്റു W2 ഇൻറ്റു 1000 ബൈ M2 ഇൻറ്റു W1. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു, ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 എന്ത് കിട്ടും? നമുക്ക് നോക്കാം. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 കിട്ടും. ഡെൽറ്റ P ബൈ P0 ഇൻറ്റു ടി ബി ഇസ് ഈക്വൽ ടു ഇതാവും ഫസ്റ്റത്തെ ഇക്വേഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാണ് വന്നതെന്ന് ഒന്നുകൂടെ പറയണോ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെൽറ്റ P ബൈ P0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ബി ആണല്ലേ? അപ്പോൾ ഇതെവിടെ പോകും? ഇതിൻ്റെ ഡിനോമിനേറ്റർ തന്നെ ഇരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതുപോലെ ഇരിക്കും. എങ്ങനെ ഇരിക്കുന്നത്? ഇതുപോലെ ഡെൽറ്റ P ബൈ P0 ഇൻറ്റു ഡെൽറ്റ ടി ബി. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാണ് വന്നാൽ നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? നമുക്കുണ്ട് W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2. അതുപോലെ ഇത് ഹോൾ ഡിവൈഡ് ബൈ എന്താണ്? ഇത് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ KB ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? കുറച്ചും കൂടെ ഒരു വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ W2 ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2. ഇത് ഡിവൈഡഡ് ബൈ ആണല്ലേ? അപ്പോൾ ഈ ഡിനോമിനേറ്റർ എവിടെ വരും? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ വരും. KB ഇൻറ്റു W2 ഇൻറ്റു 1000 10³ എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിൽ വന്ന്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചോട്ടോ ക്ലാസ്സിൽ. ഇവിടെ നമുക്ക് എന്തുണ്ട്? കോമൺ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ എന്തുണ്ട്? W1 ഉണ്ട്, ഇവിടെയും W1 ഉണ്ട്. ഓക്കെ, 10³ ആണ്. 1000 ആണ്. 1000 ചെയ്താൽ സ്ഥലമില്ല. ഓക്കെ, W1 ക്യാൻസലായി. പിന്നെന്താ ഉള്ളത്? W2 ക്യാൻസലായി. M2 ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? M1 ഡിവൈഡഡ് ബൈ KB ഇൻറ്റു 1000. അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടിയ ഇക്വേഷൻ എന്തിൻ്റെ ടേംസിൽ കിട്ടിയ? പാർഷ്യൽ പ്രഷർ ഡെൽറ്റ P ബൈ P0 ഇൻറ്റു TB ഇൻറ്റു ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു M1 ബൈ 1000 ഇൻറ്റു KB അല്ലേ? ക്ലിയർ അല്ലേ? അതിനകത്ത് TB വേണോ? TBനെ നമുക്ക് എങ്ങനെ ചെയ്യാം?
ഡെൽറ്റ പി ബൈ പി സീറോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെക്കാം. ടി ബിനെ നമുക്ക് റൈറ്റ് കൊണ്ടുപോകാം. ഡെൽറ്റ ടി ബി, ബാക്കി ന്യൂമറേറ്ററിലുള്ളത് M1 ഇങ്ങോട്ട് വരും. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 1000 ഇൻറ്റു KB ഉണ്ട്. ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. ഓക്കെ, ഒന്നുകൂടെ കാണിക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഡെൽറ്റ ടി ബി നമുക്ക് എന്താ ഉള്ളത്? ഡെൽറ്റ ടി ബി അല്ല, നമുക്ക് ഡെൽറ്റ പി ബൈ P0 ഇൻറ്റു ടി ബി ആണുള്ളത്, ഇൻറ്റു M1 ബൈ 1000 ഇൻറ്റു KB. ഇത് വേണേൽ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വേണേൽ ഇൻവേഴ്സ് ചെയ്യാം. ഇൻവേഴ്സ് ചെയ്താൽ എങ്ങനെയാവും? P0 ഇൻറ്റു ഡെൽറ്റ ടി ബി ഇൻറ്റു പി വരും അല്ലേ? ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു KB ബൈ M1 വരും. ഇനി എന്ത് ചെയ്യാം? ഇതിനെ ഡിനോമിനേറ്റർ കൊണ്ടുപോവുക, ഇതിനെ ന്യൂമറേറ്റർ കൊണ്ടുപോവുക. അപ്പോൾ ഇക്വേഷൻ എന്താവും? അതുപോലെ ഇരിക്കും അല്ലേ? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എങ്ങനെയാവും? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു 1000 ഇൻറ്റു ഡെൽറ്റ ടി ബി അല്ല KB ഇൻറ്റു M1 ഇൻറ്റു ഡെൽറ്റ പി. ന്യൂമറേറ്ററിൽ എന്താ വരിക? അല്ല, ഡിനോമിനേറ്ററിൽ P0, ന്യൂമറേറ്ററിൽ എന്താ? ഡെൽറ്റ പി വരും അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, വേണമെങ്കിൽ ഞാൻ കാണിച്ചൊരു A ബൈ ബി ഈസ് ഈക്വൽ ടു C ബൈ സി ABC. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് A പ്ലസ് ബി പ്ലസ് C പ്ലസ് D is equal to A into B by C into D ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് എന്ത് വേണം? അല്ലെങ്കിൽ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നതാണെങ്കിൽ A into A equal to A പ്ലസ് ബി ബൈ C പ്ലസ് D ആണെങ്കിൽ എനിക്ക് A ആണ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ന്യൂമറേറ്ററിൽ അങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ A പ്ലസ് ബി ഇൻറ്റു C ബൈ C പ്ലസ് D ആവും. ഓക്കെ, ഇനി B ആണ് വേണ്ടതെങ്കിലോ? A ബൈ ബി ഈസ് ഈക്വൽ ടു A പ്ലസ് ബി ബൈ C പ്ലസ് D ആണ്. B ആണ് എനിക്ക് വേണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ എനിക്ക് A ഇൻറ്റു C പ്ലസ് D ഇസ് ഈക്വൽ ടു B ഇൻറ്റു A പ്ലസ് ബി എഴുതിയിട്ട് എന്ത് ചെയ്യാം? B അല്ലേ വേണ്ടേ? അപ്പം ഡിവൈഡ് ചെയ്യാം. എന്ത് ചെയ്യാം? ഇതിനിങ്ങോട്ട് എൻ്റെ ഒരു A പ്ലസ് ബി വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് ഇത് മാത്രം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ റിവേഴ്സ് എടുക്കുക. A ബൈ ബി ഈസ് ഈക്വൽ ടു B ബൈ A ഓഫ് C പ്ലസ് D ബൈ A പ്ലസ് ബി എന്നിട്ട് ഇതിങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്തോ ഇക്വേഷൻ ബീൻ്റെ ടേംസിലാവും. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ P0 ആയിരിക്കും. അപ്പോൾ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എന്തായിരിക്കും? ഈ ഡെൽറ്റ പി ബൈ P0 എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷറാണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് ലോവറിങ് ഇൻ വേപ്പർ പ്രഷറും. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഡെൽറ്റ പി എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷറും ഡെൽറ്റ പി ബൈ P0 എന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ ലോവറിങ് ഇൻ വേപ്പർ പ്രഷറും എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് എങ്ങനെയാണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, എന്തെങ്കിലും ചോദ്യം വരുന്നത് അതിനകത്ത് എന്താ ചോദിക്കാം? റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ കുറഞ്ഞു, അപ്പോൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറയാണോ ചെയ്യുക, കൂടുകയാണോ ചെയ്യുക? എന്താ ചോദിക്കുമ്പോൾ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് പോവുക. ഓക്കെ, എലിവേഷൻ ബോയിലിംഗ് പോയിൻ്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? വേപ്പർ പ്രഷറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തെങ്കിലും ചേഞ്ച് വേപ്പർ പ്രഷറിന് വരുന്നുണ്ടെങ്കിൽ അതേ സെയിം ചേഞ്ച് എന്തിനു അനുഭവപ്പെടും? ടെമ്പറേച്ചർ ചേഞ്ചിന് അനുഭവപ്പെടും. ഓക്കെ, സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സൊല്യൂഷൻ പ്രിപ്പയർഡ് ഫ്രം 0.3 gram of an unknown non volatile solute.
സൊല്യൂഷൻ പ്രിപ്പയർഡ് ഫ്രം 0.3 gram ഓഫ് ആൻ അൺനോൺ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പം സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് 0.3 gram. അടുത്ത നോക്കാം. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ 30 gram. എന്തിലാണ് പ്രിപ്പയർ ചെയ്തിട്ട് 30 gram ഓഫ് CCl4. അപ്പം നമുക്ക് W1 കിട്ടി, W2 കിട്ടി. ഓക്കെ, W2 എന്ന് പറയുന്നത് 0.3യും W1 എന്ന് പറയുന്നത് 30 gram. അതെന്താ സൊല്യൂഷനിൽ ഇത് സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റിയാണ് 0.3 പറഞ്ഞേക്കുന്നത്. പിന്നെ CCl4 ആണ് സൊല്യൂഷൻ. അപ്പം എന്താ CCl4ൻ്റെ വെയിറ്റ് 30. അപ്പോൾ W1ൻ്റെ വെയിറ്റ് 30, W2ൻ്റെ വെയിറ്റ് 0.3. ബോയിൽസ് അറ്റ് 350.392 Kelvin. ഓക്കെ, സൊല്യൂഷനാണ് ബോയിൽ ചെയ്യുന്നത് 350.392 Kelvin. നമുക്ക് ഡൗട്ട് ഉണ്ട്, ഒന്നുകൂടെ വായിച്ചു നോക്കാം. സൊല്യൂഷൻ പ്രിപ്പയർഡ് ഫ്രം 0.3 gram ഓഫ് എൻ അൺനോൺ നോൺ വോളറ്റൈൽ സൊല്യൂഷൻ ഇൻ 30 gram ഓഫ് എ CCl4 ബോയിൽസ് അറ്റ്. ഓക്കെ, സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളാർ മാസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെന്താ the boiling point of CCl4 and its Kb value are 350 and 5.03 kilo-Kelvin. അല്ല, കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് അല്ലേ? ഓക്കെ, നമുക്ക് തന്നത് എഴുതാം. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? W2 തന്നിട്ടുണ്ട് 0.3 gram ആണ്. ഓക്കെ, W1 തന്നിട്ടുണ്ട് 30 gram ആണ്. ഡെൽറ്റ നമുക്ക് എന്ത് തന്നിട്ടുള്ളൂ? വേറെ ഒരു മിനിറ്റ്, നമുക്ക് കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് CCl4. CCl4ൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 350.0 Kelvinഉം പിന്നെ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? 350.392 Kelvinഉം. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ. ഞാൻ ജസ്റ്റ് മായ്ക്കണം, നമുക്ക് എഴുതാൻ ബോർഡില്ല. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ള വാല്യൂ നമ്മൾ എഴുതി. W2 തന്നിന്, W1 തന്നിട്ടുണ്ട്, M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ TB അല്ല, T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് M ആണ്. M2ൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? KB × 1000 × W2/M2 × W1 അല്ലേ? ഇതാണ് ഇക്വേഷൻ. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിട്ടുണ്ട് KB വാല്യൂ തന്നിട്ടുണ്ട് 5.1000, പിന്നെ കോൺസ്റ്റൻ്റ് ആണ്. W1 തന്നിട്ടുണ്ട് 0.3, W2 തന്നിട്ടുണ്ട്, പിന്നെന്താ തന്നിട്ടുള്ളത്?